നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പ്രീമിയർ ലീഗിലെ ധാരാളം മത്സരങ്ങൾ നടന്നായിരുന്നു. അതിലെ മോസ്റ്റ് സർപ്രൈസിങ് ആയിട്ടുള്ള റിസൾട്ട് ആർസണലിനെ സണ്ടർലാൻഡ് പൂട്ടിയതാണ്. നമുക്കറിയാം ഇന്നലെ ആർസണൽ വേഴ്സസ് സണ്ടർലാൻഡിന്റെ ഹോം മാച്ച്. സണ്ടർലാൻഡ് നമുക്കറിയാം ഇപ്പം പോയിന്റ്സ് ടേബിളിൽ തേർഡാണ്. ഓക്കെ, ഒരു പോയിന്റിൽ അവർ ലീഡ് ചെയ്തപ്പോൾ സെക്കൻഡ് എത്തി. സണ്ടർലാൻഡ് ഓക്കെ എന്തോ ലക്കിന് കയറിപ്പോ അങ്ങനെ ഇങ്ങനെയൊന്നും അവരൊരു പ്രോപ്പർ ടീം പോലെ തന്നെയാണ് കളിക്കുന്നത്. ഡിഫെൻസീവ്ലി ദേ ആർ സോ ഓർഗനൈസ്. ഇന്നലെ ആർസണൽ നമുക്കറിയാം ഒക്ടോബറിൽ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതിരുന്ന ആർസണൽ ഇന്നലെ 2 ഗോളുകളാണ് സണ്ടർലാൻഡ് അഗേൻസ്റ്റ് കൺസീഡ് ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു ഈ മാച്ച് മിസ് ചെയ്തെങ്കിൽ. എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫ് ഒക്കെ ആ സ്റ്റേഡിയത്തിൻ്റെ വൈബൊക്കെ വേറെ ലെവലായിരുന്നു. ഒന്നും പറയാനായിട്ടില്ല. ഒമ്മാതിരി ഹോം സപ്പോർട്ടായിരുന്നു ഇന്നലെ സണ്ടർലാൻഡിന് കിട്ടിയത്. സോ ഇന്നലത്തെ മാച്ചിൽ ആർസണൽ മിക്കൽ മെറീന സെൻട്രൽ ഫോർവേഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മാർട്ടിനെലിക്കും അതുപോലെ തന്നെ ഗ്യോക്കറസിനും ഇഞ്ചറി ആയ കാരണം ഗ്യോക്കറസിനെ ശരിക്കും ഇന്നലെ ആർസണൽ മിസ് ചെയ്തത്. എസ്പെഷ്യലി പുള്ളിയുടെ ചാനൽ റൺസ് ഒക്കെ ശരിക്കും മിസ് ചെയ്തു. ഓക്കെ, മെറീന മോശമൊന്നുമല്ല, സ്ട്രൈക്കർ എന്ന റോൾ ആൾ നല്ലപോലെ കളിക്കുന്നുണ്ട് എന്താണെങ്കിലും. ബട്ട് ഗ്യോക്കറസിൻ്റെ പ്രസൻസ് എസ്പെഷ്യലി അപ്പ് ഫ്രണ്ട് ഒരു കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യുന്നില്ല. മൂവ്മെൻറ്റ്സ് ലാക്ക് ചെയ്തിരുന്നു, അത് ക്ലിയർലി നമുക്ക് കാണാമായിരുന്നു. പക്ഷേ സണ്ടർലാൻഡിന് മാർക്ക് കൊടുത്തേ പറ്റൂ. എസ്പെഷ്യലി ഡാനിയൽ ബെലാർഡ് എന്ന് പറയുന്ന എക്സ് ആർസണൽ അക്കാഡമി പ്ലെയറൊക്കെയാണ്. പുള്ളിയാണ് ഇന്നലെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. ബട്ട് ഓവറോൾ ഡിഫെൻസീവില് ബെലാർഡിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഡാനിയൽ ബെലാർഡിൻ്റെ. ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആർസണൽ കൺസീഡ് ചെയ്യുന്നതും സെറ്റ് പീസിലൂടെയാണ്. അപ്പോൾ ആർസണലിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി സെറ്റ് പീസ് ആണോ? ഈവൻ ആർസണൽ നമുക്കറിയാം ഫിസിക്കലി ദേ ആർ സോ ഗുഡ്. ഈക്വലി അതുപോലെ തന്നെ ഫിസിക്കലി അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. സെറ്റ് പീസസിൽ ആർസണൽ വൾണറബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ച മാച്ചായിരുന്നു. കാരണം ഇന്നലെ സണ്ടർലൻഡ് 2 ബിഗ് ചാൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്, 2 പേര് കൺവേർട്ട് ചെയ്തത്. പക്ഷേ ആ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തതാണെങ്കിലും ഒരു സെറ്റ് പീസിലൂടെയാണ്. ആ ഒരു ഗോൾ കീപ്പർ കിക്ക് എടുക്കുന്നത്, ബൗൺസ് ചെയ്ത് ബാലാൻ്റെ കാലിലോട്ട് ഇട്ട് ബാലാണ്ട് നല്ലൊരു ഫിനിഷ് വരുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷവും ആർസണൽ ശ്രമിക്കുന്നുണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട്. പക്ഷേ പക്ക ഓർഗനൈസ്ഡ് ആയിട്ടാണ് സണ്ടർലാൻഡ് ഡിഫെൻസീവ്ലി നിന്നാൽ ഹാഫ് ടൈം 1-0 ലീഡ് എടുത്തുകൊണ്ടുമാണ് സണ്ടർലാൻഡ് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഡിസേർവ്സ് ദാറ്റ് ലീഡ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് വെച്ച്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും ആർസണൽ തിരിച്ചടിക്കുകയാണ്, 2 ഗോൾ സ്പീഡിലടിക്കുകയാണ്. ആദ്യത്തെ ഗോൾ അടിക്കുന്നത് സാക്കയാണ്. അത് സണ്ടർലാൻഡിൻ്റെ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് പോയി സാക്ക് സ്കോർ ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ ഗോൾ ട്രൊസാർഡിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ബ്രില്യൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. കിട്ടില്ല ഫിനിഷായിരുന്നു അവിടെ. ആ പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്ത ടൈറ്റ് ആംഗിൾ ഇന്ന് 2-1 ആക്കുകയാണ്. ഓക്കെ, ആർസണൽ 2-1 ആക്കി. ഓക്കെ, ഈ ഗെയിം സീൽ ഓഫ് ചെയ്തു. ഓക്കെ, ഒരു ഗോൾ കൺസീഡ് ചെയ്തു. അപ്പോൾ ഇനി ആർസണലാണ് അവർ ഡിഫെൻസീവ്ലി ഓർഗനൈസ് ആയിരിക്കും. സണ്ടർലാൻഡ് വിട്ടുകൊടുക്കും? ഇല്ല, സണ്ടർലാൻഡ് ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിച്ചു. ആ ഈക്വലൈസിങ് ഗോൾ ബ്രോബറി സ്കോർ ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ധാരാളം ചാൻസുകൾ സണ്ടർലാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൽ ഒരു ഓഫ് സൈഡ് ആയിട്ട് അവസാനം അത് കോൾ ചെയ്തു. പക്ഷേ റയയുടെയൊക്കെ ഒരു ട്രിപ്പിൾ സേവ് ഉണ്ടായി. അനദർ മൊമെന്റിൽ റയനെ വിളിച്ച 2-3 സിറ്റുവേഷൻസ് റയയുടെ കിട്ടില്ല 2-3 സേവുകളുണ്ടായിരുന്നു മാച്ചിൽ ആർസണലിനെ കീപ്പ് ചെയ്ത്. അതുപോലെ തന്നെ സുബിമെൻഡിയുടെ ഒരു ഷോട്ട് ഇതിനിടയ്ക്ക് ബാറി തട്ടി പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് റൈസ് ഒരു അല്പം ഓഫായിരുന്നു, ക്ലിയർലി പിച്ചിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഡെക്ലൻ റൈസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുന്നതാണ്. പതുക്കെ ആർസണൽ ഗെയിമിലോട്ട് വരുന്നതാണ്. ഒരു സ്പെല്ലുണ്ടായിരുന്നു ആർസണലിലെ പക്ക ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സുബിമെൻഡി റൈസും ഒക്കെ ഡോമിനേറ്റ് ചെയ്തൊരു സ്പെല്ലുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. മേ ബി അവിടെ ആ സെക്കൻഡ് ഗോൾ സ്ഥാനത്ത് ഒരു തേർഡ് ഗോളോട് അടിച്ച് ആർസണൽ സീൽ ഓഫ് ചെയ്യണമായിരുന്നു. സുബിമെൻഡിയുടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. സാക്കയ്ക്ക് പിന്നീട് ഒരു ചാൻസ് കിട്ടിയിരുന്നു. 2-3 ഹാഫ് ചാൻസുകളാണ് റൈസിന് ഒരു ഷോട്ട് എടുക്കാനായിട്ടുള്ള അവസരം. അങ്ങനത്തെ 2-3 ഹാഫ് ചാൻസുകൾ കിട്ടിയിരുന്നു. പക്ഷേ സണ്ടർലാൻഡ് ഫിസിക്കലി ഇപ്പം ഇന്നലെയും കോർണർ കിക്സും സെറ്റ് പീസസും ഒക്കെ സണ്ടർലാൻഡ് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് അഗെയിൻസ്റ്റ് ആർസണൽ. അത് നമ്മൾ മാർക്ക് കൊടുത്തേ പറ്റൂ. സോ ആർസണലിന് അഗെയിൻസ്റ്റ് അവരെക്കാൾ ഒരുപടി മുകളിൽ ഫിസിക്കൽ ഗെയിമുമായിട്ട് തന്നെ സണ്ടർലാൻഡ് ചെയ്യുന്നു. ആൻഡ് ഈക്വലൈസിങ് ഗോൾ വരുന്നത് ബ്രയാൻ ബ്രോബറിയിലൂടെയാണ്. ഒരു 1-1.5 സാധനമായിരുന്നു അത്. എനിക്കിപ്പോൾ ഇവിടെ കാണാം. അത് മേ ബി അവിടെ റയ കയറി വരണമായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരാം. ലാസ്റ്റ് മൊമെൻറ്റ് ആഡ് ഓൺ ടൈം മാനിച്ച് ആർസണൽ 2-2 ഈക്വലൈസിങ് ഗോൾ കൺസീഡ് ചെയ്യുകയാണ് ആർസണൽ. ആൻഡ് ബ്രോബറിയിലൂടെ സണ്ടർലാൻഡ് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു 1 പോയിന്റ് എടുത്തെന്ന് തന്നെ പറയേണ്ടി വരും. സൂപ്പർബായിട്ടുള്ളൊരു ഫിനിഷ് ആയിരുന്നു. അതിനേക്കാൾ ഉപരി ആ കെയോട്ടിസം അവർ ക്രിയേറ്റ് ചെയ്തു ആ ബോക്സിനകത്ത്. ആർസണൽ ബോക്സിൽ കെയോട്ടിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നലെ സണ്ടർലാൻഡിന് പലപ്പോഴും സാധിച്ചു. ആൻഡ് ഈക്വലൈസിങ് ആയിട്ടുള്ള ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. സോ ആർസണൽ ഈ മാച്ചിൽ ഇപ്പം ഇങ്ങനത്തെ മാച്ചുകൾ വരാം. ഇപ്പം പോയിന്റ്സ് ടേബിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ മാൻ സിറ്റി ആയിട്ട് ഇപ്പോൾ ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാൻ സിറ്റി ജയിക്കുവാണെങ്കിൽ അത് 4 പോയിന്റ് ആക്കി ചുരുക്കാം. ഇന്ന് ലിവർപൂൾ ജയിക്കുവാണെങ്കിൽ ലിവർപൂളിന് പോയിന്റ്സ് ഗ്യാപ്പ് ആർസണലുമായിട്ടുള്ള 5 പോയിന്റ് ആക്കി ചുരുക്കാം. ഓക്കെ, സോ അപ്പുറത്തെ ചെൽസി ഇപ്പോൾ 6 പോയിന്റ് ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. സോ ഇന്നലെ ആർസണൽ വിൽ ഫീൽ ലൈക്ക് ഓക്കെ 2 പോയിന്റ്സ് വെറുതെ കളഞ്ഞു എന്ന് ഇവഞ്ച്വലി ആ 2-1 ലീഡ് എടുത്തതിന് ശേഷം ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ മാച്ചുകൾ സംഭവിക്കും. ഇവിടെ നിന്ന് ആർസണലിന് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും. എന്ത് മെന്റൽ ബൂസ്റ്റ് ആയിരിക്കും കാണിക്കാനായിട്ട് പോകുന്നതെന്നാണ് അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ സീസണിലെ ഒരു സെറ്റ് ബാക്ക് കിട്ടി. സണ്ടർലാൻഡ് ഈസി ടീമല്ല. ഈ സണ്ടർലാൻഡ് എവേനും സിറ്റിക്കും
ലിവർപൂളിനും എല്ലാം കളിക്കേണ്ടതുകൊണ്ട് ഇതൊരു ഈസി ഫിക്സറും അല്ല, 100% അഗ്രി ചെയ്യുന്നു. പക്ഷേ ഇനി അടുത്ത മാച്ച് ഇനി ഒരു ടഫ് റൺ ഓഫ് ഫിക്സേഴ്സ് വരുന്നുണ്ട്. ബയൺ, ചെൽസി, ടോട്ടനാം ഒക്കെ പോലത്തെ ഒരു ടഫ് റൺ ഓഫ് ഫിക്സേഴ്സ് ഇനി ആർസണൽ വരാൻ പോവാണ്. ഈ ഒരു മൊമെന്റം പണി കിട്ടുമോ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ്, അതോ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം നമ്മൾ കണ്ട ആർസണൽ ആ ഒരു ബെസ്റ്റ് വേർഷൻ ഓഫ് ആർസണലായിട്ട് തന്നെ കണ്ടിന്യൂ? ഇനിയാണ് ശരിക്കും ഒരു ചാമ്പ്യൻസ് മെന്റാലിറ്റി ആർസണൽ കാണിക്കേണ്ടത്. കാരണം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും, എല്ലാ ഗെയിംസിലും 3 പോയിന്റ്സ് കിട്ടുക നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഈ സീസൺ സിറ്റിക്ക് അഗേൻസ്റ്റ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു, ലിവർപൂളിന് അഗേൻസ്റ്റ് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷേ ഈ സണ്ടർലാൻഡ് മാച്ച്, ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ ആർസണൽ 3 പോയിന്റ്സ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മാച്ചുകളാണ്. പക്ഷേ സണ്ടർലാൻഡ് നല്ലൊരു ഫൈറ്റ് കൊടുത്തു. ഇങ്ങനത്തെ മാച്ചുകൾ സംഭവിക്കും. ഇറ്റ്സ് പ്രീമിയർ ലീഗ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിക്സേഴ്സ്. ഇനി ആർസണൽ ഇങ്ങനത്തെ മാച്ചുകളിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ ആ മൊമെന്റം വിടാതെ അടുത്ത ഗെയിമിൽ സ്ട്രോങ്ങർ ആയിട്ട് തന്നെ ആർസണലിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമോ? ഇവിടെയാണ് ഒരു ചാമ്പ്യൻസ് മെന്റാലിറ്റി കാണിക്കേണ്ടത്. കാരണം സിറ്റിയും ലിവർപൂളും എഡ്ജിലുണ്ട്, തൊട്ട് പുറകെ ഉണ്ടെന്നൊരു ഫീൽ വന്നാൽ ആർസണൽ ഡൗൺ ആവും എന്നുള്ള പല ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ ഈ സീസൺ ആർസണൽ ഒരു ചാമ്പ്യൻസ് മെന്റാലിറ്റി കാണിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരുന്ന ടഫ് റൺ ഓഫ് ഫിക്സേഴ്സ്. അതിൽ ഗ്യോക്കറസും മാർട്ടിനെലിയും ഹാവേർട്സും ഒഡിഗാർഡും ഒക്കെ അവൈലബിൾ ആവുന്നതും ഗെയിം ചേഞ്ചർ ആവും. ഇന്നലെ ശരിക്കും ഗ്യോക്കറസിനെയൊക്കെ മിസ് ചെയ്തൊരു പെർഫോമൻസ് തന്നെ അതൊക്കെ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ആർസണൽ വിൽ ഇവഞ്ച്വലി ഫീൽ ഓക്കെ, നമുക്ക് ഒരു റിട്ടർ ആയിട്ട് വരായിരുന്നു. പക്ഷേ അപ്പുറത്തെ സണ്ടർലാൻഡ് വിൽ ഫീൽ ഞങ്ങൾക്ക് മിനിമം ഒരു 1 പോയിന്റിൽ ഈ മാച്ചിൽ നിന്ന് കിട്ടണമായിരുന്നു ആ പെർഫോമൻസ് വെച്ചെന്ന്. അൺഡിസേർവിംഗിൽ ഇപ്പം നമ്മൾ ന്യൂട്രൽ ഫാൻ എന്ന നിലയിൽ കാണുമ്പോൾ സണ്ടർലാൻഡ് റിയലി ഡിസേർവ്സ് ദാറ്റ് 1 പോയിന്റ് പറയാതിരിക്കാൻ വയ്യ. ആൻഡ് ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം സണ്ടർലാൻഡ്. ആർസണൽ നമുക്ക് നോക്കാം ബൗൺസ് ബാക്ക് ചെയ്യുമോ നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു മത്സരം ഇന്നലെ ടോട്ടനാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ ടോട്ടനാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു. ഇതൊരു എനിക്കുള്ളൊരു ഫീലിംഗ് എന്നാന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പോയിന്റ് കളഞ്ഞു എന്നുള്ളത്. റാദർ ഒരു പോയിന്റ് കിട്ടി, ഇവഞ്ചുവലി അദ്ദേഹം ഒരു പോയിന്റ് കിട്ടി. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 പോയിന്റ് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കുമ്പോഴേക്കും ലീഡ് എടുക്കുന്നത്. ആദ്യത്തെ ഹാഫിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഗോൾ സ്കോർ ചെയ്യാണ് ബ്രയാൻ എംബൂമോൻ്റെ ഹെഡറിലൂടെ. ഇന്നലെ എംബൂമോനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എലോങ് വിത്ത് കുൻഹെ ആൻഡ് ഷെഷ്കോ. നമ്മൾ കണ്ട ഒരു ഷെഷ്കോനെ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു. എംബൂമോ, കുൻഹനെ, അമാദ് ദിയാലോനെ ഫ്രണ്ട് 3 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പാട്രിക് ഡോർഗും മസ്റായും ആണ് വിങ് ബാക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. സോ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ 2-3 ത്രെറ്റനിങ് സിറ്റുവേഷൻസ് സ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സ്പേഴ്സ് സെൻട്രലി ക്രിയേറ്റീവ് ആവാനായിട്ട് റിയലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പലീന, ബെൻഡാങ്കോർ വെച്ച് അവർക്ക് അധികം ക്രിയേറ്റീവ് ആവാൻ സാധിക്കുന്നില്ല. ചാവി സിമൻസ് കുറച്ച് മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഗെയിമിൽ നിന്ന് ഔട്ട് ആവുകയും ചെയ്തു ഫസ്റ്റ് ഹാഫിൽ. ടോട്ടനാമിൻ്റെ അറ്റാക്സ് എല്ലാം വരുന്നത് വൈഡിലൂടെയാണ് അവർ 2-3 കേട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ റൊമേറോയുടെ ഒരു കിഡിൽ ഷോട്ട്, ഒരു നല്ല സേവ് ഉണ്ടായിരുന്നു. ലാമൻസിന് വേറെ ഒരു റൊട്ടീൻ സേവ് ഉണ്ടായിരുന്നു. അല്ലാതെ നോക്കാനായിട്ടാണ് മാൻ യുണൈറ്റഡിൻ്റെ പേസിൽ ഗെയിം പോയി. മാൻ യുണൈറ്റഡിന് ഓവർ അഗ്രസീവ് ആവണം വന്നില്ല, പക്ഷേ ഗെയിം കൺട്രോൾ ചെയ്യാൻ മാൻ യുണൈറ്റഡിന് സാധിച്ചു ടു ആൻ എക്സ്റ്റെന്റ് ഫസ്റ്റ് ഹാഫ്. ആൻഡ് ബ്രയാൻ എംബൂമോലയുടെ യുണൈറ്റഡ് 1-0 ലീഡ് എടുക്കുകയും ചെയ്തു. അമാദിയാരുടെ ഒരു കിടിലൻ ക്രോസ് അവിടെയും സ്പേഴ്സിൻ്റെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്യോട്ടിസം ക്രിയേറ്റ് ചെയ്ത് 1-0 എടുക്കുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലുള്ള യുണൈറ്റഡിൻ്റെ അപ്രോച്ച് ഈസ് ക്വസ്റ്റ്യനബിൾ. ഈ 1-0 ലീഡ് 45 മിനിറ്റ്സ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യം. അത് എല്ലാവരെയും സിറ്റ് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം, അഗ്രഷൻ കാണിക്കാതിരിക്കുക എന്നുള്ള കാര്യം. ലാസ്റ്റ് വീക്കും പണി കിട്ടിയതാണ്. നോട്ടിംഗമിനെ അഗേൻസ്റ്റ് അഗ്രസീവ് ആവാതെ പണി വാങ്ങിച്ചു. സ്പേഴ്സ് അടിക്കുവാണോ വൈഡിൽ നിന്നുള്ള ക്രോസുകളിൽ നിന്ന് അടിക്കും എന്നുള്ള സിനാരിയോ തന്നെയാണ് ഉള്ളത്. ആ സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് സ്പേഴ്സ് കോൺസ്റ്റന്റ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. എന്തോ ലക്ക് കൊണ്ട് ഈക്വലൈസർ സ്പേഴ്സ് സ്കോർ ചെയ്തില്ല. ഓക്കെ, കോൺസ്റ്റന്റ്ലി വൈഡിൽ നിന്ന് ക്രോസുകൾ വരുമായിരുന്നു. മാൻ യുണൈറ്റഡ് അഗ്രസീവ് ആവുന്നില്ലായിരുന്നു, ഓവർ റെസ്പെക്റ്റീവ് ആയിരുന്നു. മാൻ യുണൈറ്റഡ് ഇപ്പോൾ ലാസ്റ്റ് 5-10 മിനിറ്റൊക്കെ 1-0 ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ബട്ട് ഒരു 45 മിനിറ്റ്സും അതൊരു എവേ സ്റ്റേഡിയത്തിലൊക്കെ ഓവർ അഗ്രസീവായിട്ട് കുറച്ച് അഗ്രസീവ് ആകാതെ കുറച്ച് ഇൻറ്റൻറ്റ് കാണിക്കാതെ ഡിഫൻസീവ് അപ്രോച്ച് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. കാരണം മാൻ യുണൈറ്റഡ് ഒരു ഓക്കെ ഇതൊരു കുറച്ച് കാണുമല്ല, പക്ഷേ സ്പേഴ്സ് എവേ വന്നിട്ട് ബേൺലി ആണ് ഈ 1-0 ലീഡ് ഒരു ഇപ്പം സെക്കൻഡ് ഹാഫ് ഫുൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. പക്ഷേ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്, യു ആർ എ ടോപ്പ് ക്ലബ്. സോ കുറച്ചുകൂടെ അഗ്രഷൻ കാണിക്കുക, അത് പണി പാളി. ആൻഡ് പിന്നീട് നമ്മൾ കണ്ടു ഒരു 60 to 80 മിനിറ്റ് ഫേസിലുണ്ടല്ലോ, പിന്നെ യുണൈറ്റഡ് പതുക്കെ ഗെയിമിലോട്ട് വന്നു. സ്പേഴ്സ് കുറച്ച് ടയർഡായി, യുണൈറ്റഡ് കുറച്ചുകൂടെ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെയാണ് യുണൈറ്റഡിന് കളി പാളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 60 to 80 മിനിറ്റ് ഫേസിനിടയ്ക്ക് ഓൾമോസ്റ്റ് ടോട്ടനാം ഹോട്ട്സ്പർ ഗീവ് അപ്പ് ചെയ്തൊരു മൈൻഡായിരുന്നു. കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ടോട്ടനാം ഹോട്ട്സ്പർ പ്ലേയേഴ്സ് ലുക്ക് റിയലി ടയർഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പൊസഷൻ കുറച്ച് ഗെയിം സ്ലോ ഡൗൺ ചെയ്തു. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അവർ അത്യാവശ്യം നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടോട്ടനം അവരെ പ്രസ് ബീറ്റ് ചെയ്തിട്ട് ഇൻ ബിഹൈൻഡ് സ്പേസ് ഉണ്ട്. പലപ്പോഴും 1-on-1 സിറ്റുവേഷൻസിൽ മാൻ യുണൈറ്റഡ് ബോൾ റാദർ ദാൻ ഗോയിങ് ടുവേർഡ്സ് ഗോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ടീംമേറ്റ്സ് എല്ലാം വരട്ടെ, നമുക്ക് ഗെയിം സ്ലോ ഡൗൺ ചെയ്യാം, നമുക്ക് 1-0 ലീഡ് ഉണ്ടല്ലോ, നമുക്ക് ടൈം ഗെയിം സ്ലോ ഡൗൺ ചെയ്യാം, ആ ഒരു മെൻറ്റാലിറ്റിയാണ്. എന്നാൽ ഷെഷ്കോ സബ്ബായിട്ട് ഷെഷ്കോയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു. മെയിൻലി കുൻഹയുടെ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആകുന്നൊരു കാര്യം, കുൻഹ ഇപ്പം ടീമേറ്റ് നല്ലൊരു പൊസിഷനിലാണെങ്കിൽ ഹി ഹാസ് ടു പാസ്. പുള്ളി അടിപൊളിയായിട്ട് ബോൾ ഹോൾഡ് ചെയ്യും, അന്യായ ഡ്രിബിളറാണ്, അന്യായ പ്രസ്സിംഗ് ആണ്, സൂപ്പർ പ്ലെയർ ആണ്. പക്ഷേ നമ്മുടെ ടീമേറ്റ് ഒരു ബെറ്റർ പൊസിഷനിലാണെങ്കിൽ റാദർ ദാൻ ഗോയിങ് ടുവേർഡ്സ് എ ക്രൗഡ് ഡ്രിബിൾ ചെയ്യാൻ നോക്കി ഫൗൾ റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് ടൈം കളയുന്നതിന് പുള്ളി ആ ബോൾ കളയാറില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ടീമേറ്റ് ഒരു ബെറ്റർ പൊസിഷനാണെങ്കിൽ ഫസ്റ്റ് ടൈം പാസ് ചെയ്യും. അവിടെയാണ് എംബൂമോ സ്പെഷ്യൽ ആവുന്നത്. എംബൂമോയ്ക്ക് അത്യാവശ്യം നല്ല ഡ്രിബിളിംഗ് എബിലിറ്റി ഉണ്ട്, ബോൾ ഹോൾഡിംഗ് എബിലിറ്റി ഉണ്ട്, ഹീസ് ഗുഡ്.
അത്യാവശ്യം നല്ല ടൈറ്റ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ ടീമേറ്റ് നല്ല പൊസിഷനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബോൾ മൂവ് ചെയ്യും. ആ എംബൂമോ അത് മേ ബി അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എംബൂമയാണല്ലോ അമാദിയാലോ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് പോസിറ്റീവ് ഇൻറ്റൻറ്റ് കാണിച്ച രണ്ട് പ്ലേയേഴ്സ്. അവർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു, അപ്പ് ഫ്രണ്ട് ബോളുകൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു. സോ മേ ബി യുണൈറ്റഡ് ആ ഒരു സെക്കൻഡ് ഗോൾ, ആ ഒരു 60 to 80 മിനിറ്റ് ഫേസിനിടയ്ക്ക് ഷുഡ് ഹാവ് ഗോൺ ഫോർ ദാറ്റ് സെക്കൻഡ് ഗോൾ. ആ സെക്കൻഡ് ഗോൾ കൺവേർട്ട് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. അത് യുണൈറ്റഡിന് പണി കിട്ടുകയും ചെയ്തു. കാരണം ലാസ്റ്റ് 10-15 മിനിറ്റ്സ് കുറച്ചുകൂടെ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരുന്നു. ഓഡബേർട്ട് വന്നത് ഒരു ഗെയിം ചേഞ്ചിങ് സബ്ബായിരുന്നു, അവനെ ടെല്ലിനെ ഇറക്കി. ഇത് രണ്ട് നല്ല ഗെയിം ചേഞ്ചിങ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. കാരണം റിച്ചാർഡ്സൺ ഈവൻ ദോ ഗോൾ അടിച്ചെങ്കിലും ഗെയിമിൽ കംപ്ലീറ്റ്ലി എന്നാ പറയുക ഒരു സീറോ ഔട്ട്പുട്ടായിരുന്നു റിച്ചാർഡ്സൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടത്. ചാവി സിമൻസ് സെക്കൻഡ് ഹാഫിൽ പതുക്കെ താഴോട്ട് വന്നൊരു സിനാരിയോ വന്നു. ലാസ്റ്റ് ഇപ്പം പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബെൻഡാങ്കോറും എസ്പെഷ്യലി പലീനെയും ക്രിയേറ്റീവ് ആവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അവർ ഓഫ് ദ ബോൾ കുഴപ്പമില്ല കളിക്കുന്നുണ്ടായിരുന്നു, ക്രിയേറ്റീവ് ആവാനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പോറോനെയും ഉഡോഗിനെയും, പോറോനെയും സ്പെൻസിനെയും പിന്നെ ഉഡോഗി ഇറങ്ങി, ഈ എല്ലാ സിറ്റുവേഷനിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ വീണ്ടും നമുക്കറിയാം സ്പേഴ്സ് കുറച്ചുകൂടി ഇൻറ്റൻറ്റ് കാണിച്ചു, അത് പണിമാളി. കാരണം യുണൈറ്റഡ് ഈ 2 ഗോൾ കൺസീഡ് ചെയ്തതിലല്ല എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. യുണൈറ്റഡ് ആ 60 to 80 മിനിറ്റ് സ്പെല്ലിനിടയ്ക്ക് രണ്ടാമത്തെ ഗോൾ അടിക്കാനേലാണ് ഇഷ്യൂ ആയിട്ട് പോകുന്നത്. അതിനപ്പുറത്ത് സ്പേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ ക്രിയേറ്റീവ് ആവാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. സെൻട്രലി സ്പേഴ്സ് ഈസ് ക്രിയേറ്റിംഗ് നത്തിങ് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് തോമസ് ഫ്രാങ്ക് ഇപ്പോൾ ലാസ്റ്റ് ചെൽസി മാച്ചിനും കണ്ടു, ഇന്നത്തെ മാച്ചിനും കണ്ടു. സെൻട്രലി കാര്യങ്ങൾ അധികമായിട്ട് ബോൾ പ്രോഗ്രഷൻ്റെ കാര്യത്തിലൊക്കെ സ്പേഴ്സ് വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വൈഡ് ഏരിയാസിന് ടു മച്ച് ഡിപ്പെൻഡൻ്റ് ആണ് സ്പേഴ്സ്, അത് പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി ആ ഫ്രണ്ടും ബാക്ക് ലൈനും ഇടയിൽ കണക്ട് ചെയ്യാനായിട്ട് മിഡ്ഫീൽഡിൽ ലിങ്ക് ഇല്ല, അത് ക്ലിയർലി എടുത്ത് കാണുന്നുണ്ടായിരുന്നു. ആൻഡ് സ്പേഴ്സ് ലാസ്റ്റ് ഒരു ക്രോസിലൂടെ ടെല്ലിൻ്റെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് 1-1 ഈക്വലൈസ് ചെയ്തു. പിന്നീട് ആഡ് ഓൺ ടൈം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ക്രോസ് ഇൻ ടു ദ ബോക്സ് റിച്ചുബായുടെ ഹെഡിൽ കൊണ്ട്, അത് ക്രോസ് അല്ല ശരിക്കും ഒരു ഷോട്ടാണോ എന്താണോ എന്നറിയത്തില്ല, അതൊരു റിച്ചുബായുടെ ഹെഡിൽ ഡിഫ്ലക്റ്റ് ആയിട്ട് ഗോളായിട്ട് കയറുകയായിരുന്നു. സോ ഇത് രണ്ടുമാണ് ഈ ഓഡബേർട്ട് അടുത്ത ഒരു ഷോട്ടായിരുന്നു, അത് ഡിഫ്ലക്റ്റ് ആയി കയറിയത്. സോ ഈ രണ്ട് സിറ്റുവേഷനിലൂടെ സ്പേഴ്സ് ഗെയിമിലോട്ട് തിരിച്ചു വന്നു, 2-1 ലീഡ് എടുത്തു. ഓക്കെ, റിച്ചുബായ് ഷട്ടക്യൂരി സെലിബ്രേറ്റ് ചെയ്തു. റിച്ചുബായ് ഷട്ടൂരി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എല്ലാം സ്പേഴ്സിന് പണി കിട്ടുമെന്ന് പറയാറുണ്ട്, അത് തന്നെ കിട്ടി. പക്ഷേ എന്നാലും ആ ഒരു 1-0 ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കി, പണി വാളി. ആൻഡ് സെക്കൻഡ് ആ 2 ഗോൾ സ്പേഴ്സ് അടിച്ചു. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഷെഷ്കോ ഇഞ്ചറി പറ്റി പോവുകയും മാൻ യുണൈറ്റഡ് എല്ലാ സബ്സ്റ്റിറ്റ്യൂട്ട്സ് യൂസ് ചെയ്തുകൊണ്ടും 10 പേരുമായിട്ടാണ് മാൻ യുണൈറ്റഡ് ലാസ്റ്റ് മൊമെൻറ്റ്സ് പിച്ചിൽ കളിച്ചത്. അത് യുണൈറ്റഡ് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അധികം മിനിറ്റ്സ് അല്ല, പക്ഷേ ലാസ്റ്റ് 10 മിനിറ്റ്സോളം അങ്ങനെയാണ് കളിച്ചത്. സോ അങ്ങനെ അവസാനം ഒരു കോർണർ കിക്ക് കിട്ടുവാണ്. ആ കോർണർ കിക്ക് മത്തേസ് ഡിലൈറ്റ് ഗോളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് 2-2 ഈക്വലൈസർ സ്കോർ ചെയ്ത് 1 പോയിന്റുമായിട്ട് വരുവാണ്. ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് ഇറ്റ്സ് എ നോട്ട് ബാഡ് റിസൾട്ട് അറ്റ് ടോട്ടൻഹാം ഹോട്ട്സ്പർ സ്റ്റേഡിയം അവേ പിക്ചറിൽ 10 പേരുമായിട്ട് ലാസ്റ്റ് കളിച്ചിട്ട് ആ ഈക്വലൈസിങ് ഗോൾ സ്കോർ ചെയ്ത് പോസിറ്റീവാണ്. ഇപ്പോൾ യുണൈറ്റഡ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യുണൈറ്റഡ് ഇവൻ ലാസ്റ്റ് വീക്ക് നോട്ടിംഗം ഫോറസ്റ്റിന് അഗേൻസ്റ്റ് ആണെങ്കിലും 2-1 പുറകെ പോയതിനു ശേഷം 2-2 ആക്കി. ഇപ്പോൾ ലാസ്റ്റ് സീസൺ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് 3-1 കളി തോറ്റാൻ ആ ഒരു ഇൻറ്റൻറ്റ് കാണിക്കത്തില്ലായിരുന്നു. ഈ മാച്ചിനാണെങ്കിൽ ഇവൻ 2-1 അവർ ലീഡ് എടുത്തതിന് ശേഷം കുറച്ച് മിനിറ്റ്സ് കൂടെ ഉള്ളെങ്കിലും ആ ഒരു ഗോളിന് വേണ്ടി ഇൻറ്റൻറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കോർണർ കിക്ക് വിൻ ചെയ്യുന്നു, മത്തേസ് ഡിലിറ്റ് അത് അറ്റാക്ക് ചെയ്യുന്നു. സോ അത് പോസിറ്റീവാണ് യുണൈറ്റഡിന്. അപ്പുറത്ത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, യുണൈറ്റഡിൻ്റെ അപ്രോച്ച് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ക്വസ്റ്റ്യനബിൾ ആണ്. അതുപോലെ തന്നെയാണ് സ്പേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കൂടുതൽ നെഗറ്റീവ്സ് പറയാനുണ്ടായ സ്പേഴ്സിലാണ്. സ്പേഴ്സ് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയേ പറ്റും. സോ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് മേ ബി ഒരു ഫെയർ റിസൾട്ട് എന്ന് പറയാം. 1-1 2 ഓരോ പോയിന്റ്സുമായിട്ട് പോവുകയാണ്. അവിടെ നിന്ന് മറ്റൊരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ചെൽസി ഇന്നലെ 3-0 വൂൾസിനെ തോപ്പിച്ചിട്ടുണ്ട്. എന്നാ പറയുക, ഒരു സെക്കൻഡ് ഹാഫ് ഡോമിനേറ്റിംഗ് പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫും ഡോമിനേഷൻ ആയിരുന്നു, പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഗർണാച്ചോയും ഒക്കെ കിട്ടിയ 1-2 ചാൻസ് ഒഴിച്ച് കിട്ടിയ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എസ്പെഷ്യലി ചെൽസി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ഗർണാച്ചോയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. 2 അസിസ്റ്റുകൾ ഗർണാച്ചോ ഈ മാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. 3 ചാൻസുകളും ക്രിയേറ്റ് ചെയ്തു. മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗർണാച്ചോയുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡും ബെറ്റർ ആയിട്ടുണ്ട്. ലാസ്റ്റ് 4 മാച്ചിൽ നിന്ന് 4 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ഗർണാച്ചോയുടെ പെർഫോമൻസ് പോസിറ്റീവാണ്. പുള്ളിക്ക് കൊടുക്കുന്ന സ്റ്റാർട്ട് പുള്ളി ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഗോളിംഗ് സ്കോർ തുടങ്ങുന്നത് ഗുസ്തോലോടെയാണ്. സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുന്നത് ജോ പെട്രോയാണ്. 3ാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് പെട്രോനെറ്റാണ്. നെറ്റോ സ്കോർ ചെയ്തതിനു ശേഷം ഗർണാച്ചോട്ടുള്ള സെലിബ്രേഷൻ കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് എസ്റ്റിവാവോ ഒക്കെ ഇറങ്ങിയതിനു ശേഷം കുറച്ചുകൂടെ ഫയർ നമുക്ക് ആ ടീമിൽ കാണായിരുന്നു. ടീം ലുക്ക് ഗുഡ്. കൈസിഡോ എൻസോ എഗെയിൻ ഗുഡ് പെർഫോമൻസ്. വൂൾസ് കാര്യമായിട്ടൊന്നും ത്രെട്ടൻ ചെയ്യും. ഡിഫെൻസീവ്ലി ചെൽസി സെക്യൂർഡ് ആയിരുന്നു. കാര്യമായിട്ട് വൂൾസ് ഒന്നും ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. റിയലി വൂൾസ് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഗോയിങ് ഫോർവേഡ്. സോ ഒരു കംഫർട്ടബിൾ 3 പോയിന്റ്സ് കിട്ടി. സെക്കൻഡ് സ്പോട്ടിലോട്ട് ഇപ്പം ചെൽസി കയറിയിട്ടുണ്ട്. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ചെൽസിയും അതുപോലെ തന്നെ ആർസണലും പ്രിഫർ ചെയ്യുക ഒരു ഡ്രോ ആയിരിക്കും അല്ലേ സിറ്റി ലിവർപൂൾ മാച്ച് ഡെഫിനറ്റ്ലി. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ചെൽസിക്ക് ആപ്പാടുള്ള ഒരു കൺസേൺ എന്നാന്ന് വെച്ചാൽ മേ ബി കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവുക എന്നുള്ളതാണ്. കുറച്ച് ചാൻസുകൾ കിട്ടുന്നത് മേ ബി ഫസ്റ്റ് ഹാഫിൽ 1-2 ചാൻസുകൾ കൺവേർട്ട് ചെയ്യായിരുന്നു. ഫസ്റ്റ് ഹാഫ് തന്നെ ഗെയിം സെക്യൂർഡ് ആക്കായിരുന്നു.
മേ ബി അത് മാത്രം എൻസോ മറസ്കയ്ക്ക് വർക്ക് ചെയ്യേണ്ടതായിരിക്കും. പിന്നെ നമുക്കറിയാം ഡിഫെൻസീവ്ലി അധികം വറി ചെയ്തിട്ടില്ല, പക്ഷെ അല്ലാത്ത മാച്ചിൽ നമ്മൾ കാണാറുണ്ട് ഡിഫെൻസീവിലുള്ള ഇഷ്യൂ. ഈ രണ്ട് മെയിൻലി ആ ഡിഫെൻസീവ് ഇഷ്യൂ, ഒരു പ്രോപ്പർ ഡിഫെൻസീവ് പെയർ ആ ചെൽസിക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ച ഗെയിം ചേഞ്ചറാണ്. ഫൊഫാന ഫിറ്റായിട്ട് നിൽക്കുകയാണ്, സൂപ്പറാണ്. ഫൊഫാന ആർഗ്യുബിളി വൺ ഓഫ് ദ ബെസ്റ്റ് CBs ആണ് ചെൽസിക്ക് ഉള്ളതിൽ. പക്ഷെ ഇപ്പോൾ ഫിറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ബെറ്ററാണ്. ചിലപ്പോൾ കുഴപ്പമില്ല. കോൾവിൽ നമുക്കറിയാം ഇഞ്ചുറിയാണ്, ഈ സീസണിൽ കാണത്തില്ല. സോ ഫൊഫാന ഈ സീസൺ ഇനിയും റിമൈനിങ് മാച്ചുകളെല്ലാം അവൈലബിൾ ആവുകയാണ് ചെൽസിക്ക് അത് ഹ്യൂജ് ബൂസ്റ്റാണ്. കാരണം ചെൽസിയുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെസ്റ്റ് ഡിഫൻഡറാണ് ഫൊഫാന. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെയാണ് ഇന്നലെ മറ്റൊരു സർപ്രൈസ് നടന്നത്. ബയൺ മ്യൂണിക്ക് സീസണിൽ ആദ്യമായിട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. 2-2 സമനില യൂണിയൻ ബെർലിനുണ്ട്. ഹാരി കെയ്ൻ 90+ മൂന്നാം മിനിറ്റിൽ ഗോൾ നേടി രക്ഷിക്കുകയായിരുന്നു, അല്ലാതെ 3 പോയിന്റ്സ് കളയേണ്ട മാച്ചായിരുന്നു. അൺബീറ്റൻ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്തു 17 മാച്ച്, പക്ഷേ ആ വിന്നിംഗ് സ്ട്രീക്ക് ഓഫായിട്ടുണ്ട്. സോ ഇന്നലത്തെ മാച്ചിൽ യൂണിയൻ ബെർലിനാണ് ലീഡ് എടുക്കുന്നത്. ഓക്കെ, അതും മിസ്റ്റേക്കിലൂടെയാണ്. ഇന്നലെ ബയൺ കൺസീഡ് ചെയ്ത 2 ഗോൾ മിസ്റ്റേക്കിലൂടെയാണ്. മേ ബി ന്യൂയർ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. അവിടെ മിസ്റ്റേക്ക് എന്നല്ല, ന്യൂയറിനെ അവിടെ സേവ് ചെയ്യാൻ ഫസ്റ്റ് വൺ. ആൻഡ് ലൂയിസ് ഡിയാസിൻ്റെ ഒരു കിടിലൻ ഗോളിലൂടെ ഈക്വലൈസ് ചെയ്തു. ആ ഒരു ടൈറ്റ് സ്പേസിൽ 4 പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് അവിടെ നിന്ന് കിടിലൻ ഗോളായിരുന്നു. 1-1 ആക്കി. പിന്നീട് ലൂയിസ് ഡിയാസിന് ഒരു നല്ല ചാൻസ് കിട്ടിയാണ് 1-on-1 വേഴ്സസ് കീപ്പർ, അത് ആളടിച്ച് വൈഡ് കളഞ്ഞു. മേ ബി അവിടെ 2-1 ആക്കാൻ. സെക്കൻഡ് ഹാഫിൽ നമുക്ക് യൂണിയൻ ബെർലിൻ, സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഫസ്റ്റ് ഹാഫിലാണെങ്കിലും മാർക്ക് കൊടുക്കണം. ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി യൂണിയൻ ബെർലിൻ കുറച്ചുകൂടെ അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് കാണിക്കണം. എന്നാൽ സെക്കൻഡ് ഹാഫിൽ അവർ നല്ലപോലെ ഡിഫെൻസീവ്ലി കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 2-3 ഹാഫ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ബയണും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവരും വെറുതെ ബയണിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് 83-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു ഒരു ക്രോസ് ഇൻ ടു ദ ബോക്സ്. ഹാരി കെയ്ൻ അത് ഈസിലി ക്ലിയർ ചെയ്യായിരുന്നു, പക്ഷേ ഹാരി കെയ്ൻ്റെ ഹെഡർ അത് മിസ്സെന്നല്ല മിസ്റ്റേം ആവാണ്ട് അത് നേരെ ചെല്ലുന്നത് യൂണിയൻ ബെർലിൻ്റെ പ്ലെയറിൻ്റെ കാലിലോട്ടാണ്. ആൾ ഫിനിഷ് ചെയ്തുകൊണ്ട് 2-1 ആക്കുകയാണ്. പിന്നീടാണ് ആഡ് ഓൺ ടൈമിൽ 90+ 3rd മിനിറ്റിൽ ഹാരി കെയ്ൻ ടീമിനെ രക്ഷിക്കുന്നത്. ബിഷ്കോഫിൻ്റെ ക്രോസ് ഇൻ ടു ദ ബോക്സ് ഹാരി കെയ്ൻ്റെ ഹെഡറിലൂടെ 2-2 ആക്കുകയാണ്. ഒരു ബയൺ മ്യൂണിക്ക് രക്ഷപ്പെടുകയാണ്. ഇന്നലെ മേ ബി ബയണിന് പണി കിട്ടേണ്ട മാച്ചായിരുന്നു. എവെഞ്ചുവലി ഏതാണ്ട് ഒരു 2-2 കിട്ടി. ബയണിൻ്റെ ഒരു ഇഷ്യൂ ഇതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ലൈനപ്പ് കാണാം. PSG എവേ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിക്സറായിരുന്നു PSG എവേ. അത് പോയി കളിച്ചിട്ട് ഇറങ്ങിയ ലൈനപ്പ് സിമിലർ. ആ പാടെ ഗോറച്ക പൗരോവിച്ചിന് പകരം വന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ സിമിലർ ലൈനപ്പാണ്. സോ ലാക്ക് ഓഫ് സ്ക്വാഡ് സ്ട്രെങ്ത് ആണ് ബയണിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. കാളും ബിഷ്കോഫും ഒക്കെയാണ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി, ദേ ആർ നോട്ട് ബാഡ്. പക്ഷേ ജാക്സൺ, ബിഷ്കോഫ്, ഇപ്പം ഫുൾ ബാക്സിനെ മാറ്റണമെങ്കിൽ ഇപ്പം സാഷാ ബോയ് ഒക്കെ ഇറങ്ങിയ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ലാക്ക് ഓഫ് സ്ക്വാഡ് ഡെപ്താണ് ബയണിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. എന്തായാലും നമുക്ക് പിച്ച് പ്ലേയേഴ്സ് ടയേർഡ് ആവുന്നതും ടയർഡ്നെസ് കാണാനുണ്ടായിരുന്നു. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ ഇന്നലെ AC മിലാൻ 2-2 സമനിലയിൽ പിരിഞ്ഞു. 2-0 ലീഡ് എടുത്താണ് സലമാക്കസിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നു. റാഫേലിയാവയ്ക്ക് സലമാക്കസ് നേടിക്കൊടുത്ത ഒരു പെനൽറ്റിയിലൂടെ റാഫേലിയോ സ്കോർ ചെയ്തുകൊണ്ട് 2-0 ആക്കുകയാണ്. പിന്നീടാണ് ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് ഒരു നല്ല ഗോളിലൂടെ പാർമ തിരിച്ചു വരുന്നു. ആൻഡ് ലാസ്റ്റ് മൊമെൻറ്റിലും സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ സ്കോർ ചെയ്ത് 2-2 ആക്കുകയാണ് പാർമ. ഇവഞ്ച്വലി അറ്റ് എൻഡ് സലമാക്കോസിന് ഒരു കിടിലൻ ചാൻസ് കിട്ടിയാണ് ഗോൾ കീപ്പറിനെ ഉൾപ്പെടെ ബീറ്റ് ചെയ്തിട്ട്, പക്ഷേ ആൾ അതടിച്ച് വെളിയിൽ കറയുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ ഒരു ഈവൻ മാച്ച് ആയിരുന്നു. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഈവൻ മാച്ച് ആയിരുന്നു. സോ ഒരു 2-2 മേ ബി മിലാൻ ഇന്നലെ ജയിക്കുമായിരുന്നു, ടോപ്പ് പോകുമായിരുന്നു. ഓക്കെ, നാപ്പോളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, പക്ഷേ എന്നാലും ടോപ്പ് പോകുമായിരുന്നു. അതുപോലെ മറ്റൊരു മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് 3-1 ജയിച്ചിട്ടുണ്ട്. ഓൺ ഗോളിൽ ഡി ലോഫോണ്ടയുടെ ഓൺ ഗോളിലൂടെ 1-0 ലീഡ് എടുത്തെങ്കിലും പിന്നീട് അവർ ഈക്വലൈസ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് 1-1 പിരിയുന്നു. ബെഞ്ചിൽ നിന്ന് ഗ്രീസ്മാൻ ഇറങ്ങിയിട്ട് ഒരു ബ്രേസ് സ്കോർ ചെയ്ത് 3-1 ആക്കുകയാണ്. ഇപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് ലീഗിൽ 4th സ്പോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പുറത്ത് ആൻ്റണിയുടെ ബെറ്റിസ് 5ാം സ്പോട്ടിലുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ എവർട്ടൺ 2-0 ഒരു വിക്ടറി നേടുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് എവർട്ടൺ വന്നു ഫുള്ളാമിന് അഗേൻസ്റ്റ്. അതുപോലെ വെസ്റ്റ് ഹാം ബാക്ക് ടു ബാക്ക് മാച്ചുകൾ ജയിച്ചിരിക്കുകയാണ്. 3-2 ബേൺലിനെ ഹോമിൽ തോപ്പിച്ചു. ലാസ്റ്റ് വീക്ക് ന്യൂകാസിലിനെ 3-1 ഹോമിൽ തോപ്പിച്ചിരുന്നു. സോ ലെറ്റ്സ് സീ വെസ്റ്റ് ഹാം ആൻഡ് ന്യൂനോ എസ്പിരിറ്റോ ഒരു കംബാക്ക് നടത്തുമെന്ന് നോക്കാം. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.